ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു മീൻകറിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ സമയവും ഗ്യാസും ഒക്കെ ലാഭിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. വീട്ടമ്മമാർക്കെല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ വിധത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളച്ചൂരിയാണ്. അതാണ് ഇപ്പോൾ കറി വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു തവ വെച്ച് കൊടുക്കാം. ഒരു തവയെടുത്ത് നമുക്ക് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യാതെ നമുക്ക് വെച്ച് കൊടുത്ത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് തേങ്ങ 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കാം. അതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയുണ്ടല്ലോ, അത് നമുക്ക് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അതിനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് എടുക്കണം. ഇനി നമുക്ക് മീൻകറി വെക്കാനുള്ള ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിനെ ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു തക്കാളി അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ പെട്ടെന്ന് ചൂടേക്കുമ്പോൾ തന്നെ നന്നായിട്ട് വഴന്ന് വരും. ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് ഒരു അല്പനേരം ഒന്ന് മൂപ്പിച്ചാൽ മതി കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു കറിക്ക് എന്തെങ്കിലും ചാറാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അതിന് ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വെള്ളം കൂടി ഇതുപോലെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകിയ ചാറാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റുമായിരിക്കും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പുളി, ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. പുളിയൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അടച്ചു വെച്ച് ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ സമയമാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ആ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനെ നന്നായിട്ടൊന്ന് ചെറിയ തോതിൽ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇനിയും നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് അല്പം കറിവേപ്പില കൂടി ഒന്നിട്ട് കൊടുക്കാം മുകളിൽ കൂടി. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടി നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അവസാനം നമുക്ക് അല്പം നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി അടിപൊളിയാകും. ഇനി കുറച്ചുകൂടി കറിവേപ്പിലയൊക്കെ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്.